അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ബറാഅത്ത് രാവും ബറാഅത്ത് നോമ്പും നമ്മിലേക്ക് വരികയാണ്. അടുത്ത ഞായറാഴ്ച മഗ്‌രിബോട് കൂടി ബറാഅത്തിൻ്റെ ഏറ്റവും ബറക്കത്താക്കപ്പെട്ട രാവ് എന്ന് പറയുന്ന ബറാഅത്തിൻ്റെ രാവും അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച നാം എല്ലാവരും ബറാഅത്തിൻ്റെ നോമ്പിൽ ആയിരിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു ആദ്യമായി തന്നെ. പിന്നീട് നമ്മൾ എല്ലാ ആളുകളും കാലങ്ങളായിട്ട് ചൊല്ലി വരുന്ന 3 യാസീനുകൾ, ഈ ഒരു 3 യാസീൻ്റെ പ്രത്യേകത എന്താണ്, ഇത് ചൊല്ലേണ്ടതുണ്ടോ എന്നൊക്കെ ഓതേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അവരോട് പറയാൻ ഒരുപാട് ഹദീസുകളിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ് ഈ ഒരു 3 യാസീൻ. അത് നമുക്ക് ഈ ഒരു ബറക്കത്താക്കപ്പെട്ട രാത്രി ഖുർആനിൽ ദുഹാൻ സൂറത്തിൽ പറഞ്ഞ ഒരു വാക്കുണ്ട്. അത് ഈ മുബാറക്കത്ത് ആയിട്ടുള്ള ഈ ഒരു രാത്രിയെക്കുറിച്ചാണ്. ബറക്കത്താക്കപ്പെട്ട ഷഅബാൻ 15-ൻ്റെ രാത്രിയിൽ രാവിൽ നമ്മളെല്ലാവരും ഓതേണ്ടതും ആ ഒരു ദിവസമാണ്. നമുക്ക് അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിലെ റിസ്ക്കാണെങ്കിലും ആയുസ്സാണെങ്കിലും നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന് നിർണ്ണയിക്കുന്ന രാത്രിയാണ്, രാവാണ് ബറാഅത്തിൻ്റെ രാവ്. ഒരുപാട് പണ്ഡിതന്മാർ ഈ ഒരു രാവിനെ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ നിർണ്ണയിക്കപ്പെടുന്ന രാത്രി എന്നുവരെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത്രത്തോളം ബറക്കത്ത് ചെയ്യപ്പെടുന്ന ഈ രാവിലെ നമ്മൾ അല്ലാഹു തആലയോട് ഒരുപാട് എല്ലാ ആളുകളും കഴിയുന്നത്ര അള്ളാഹുവിനോട് ദുആ ഇരക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു 3 യാസീന് അത് ഏറ്റവും ഉത്തമം ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ തന്നെയാണ്. അത് ചോദിക്കുന്നവരുണ്ട്. ആ ഒരു സമയത്ത് കഴിയാത്തവർക്ക് നമുക്ക് ചൊല്ലാൻ ഏറ്റവും അഭികാമ്യം അസറിൻ്റെ ശേഷം ആണ്. ചെയ്യാൻ പറ്റാത്തവരുടെ കാര്യമാണ്. ഇശാ മഗ്‌രിബിന് ശേഷം ഇശാ വരെയാണ് ഏറ്റവും ഉത്തമമായ സമയം. അതിൽ ഒന്നാമത്തെ യാസീന് നമ്മുടെ കുടുംബത്തിൻ്റെയും ആയുസ്സിന് വേണ്ടിയിട്ടാണ്, ആഫിയത്തുള്ള ദീർഘായുസ്സിന് വേണ്ടി അല്ലാഹു തആലയോട് നമുക്ക് നിയത്ത്, ഞാൻ ഈ ചൊല്ലുന്ന യാസീന് എനിക്കും എൻ്റെ കുടുംബത്തിനും ആഫിയത്തുള്ള ദീർഘായുസ് നൽകാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് ആദ്യത്തെ യാസീൻ ഓതുക. അത് കഴിഞ്ഞ് നമ്മളെ ദുന്യവിയായിട്ടുള്ള സംസാരങ്ങൾ ഈ യാസീൻ ഓതുന്നതിനിടയിൽ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏകനായിരുന്ന് ഇഖ്ലാസോട് കൂടി ഈ ഒരു യാസീൻ ഓതാൻ 3 യാസീൻ ഒരുമിച്ച് ഓതാം. അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയം ഇടവേള ഉണ്ടെങ്കിലും കുഴപ്പമില്ല. എന്നാലും അള്ളാഹുവിനോടുള്ള ഇഖ്ലാസോട് കൂടെ ആയിരിക്കണം ഈ ഓതുന്നത്. അതുപോലെ തന്നെ ദുന്യവിയായ സംസാരങ്ങൾ യാസീൻ ഓതുന്നതിനിടയിൽ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്തെ യാസീൻ എന്ന് പറയുന്നത് നമ്മുടെ റിസ്ക് വിശാലമാവാനാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, നമുക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള എല്ലാ ഭക്ഷണം, വസ്ത്രം, വാഹനമാണെങ്കിൽ വീട്, എല്ലാ കാര്യങ്ങളും നിലനിൽക്കാനും അതിൽ ബറക്കത്ത് ചെയ്യാനും വേണ്ടിയാണ്, അതിൽ വിശാലത നൽകുവാനും വേണ്ടിയാണ് രണ്ടാമത്തെ യാസീൻ നമ്മൾ ഓതുന്നത്. അത് യാസീൻ ഓതുന്നതിന് മുമ്പ് നിയത്ത് വെക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെ യാസീൻ നമ്മുടെ അന്ത്യം, നമ്മുടെ മരണം അല്ലാഹു തആല നല്ലതാക്കി തരുവാനും ആഖിബത്ത് നന്നാവാനും ഒക്കെ വേണ്ടിയാണ്. ആ ഒരു നിയത്തും വെച്ച് 3 യാസീനും ഓതിക്കഴിഞ്ഞ് അള്ളാഹുവിനോട് ഒരുപാട് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങളിൽ ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ഏറ്റവും ബറക്കത്ത് നൽകപ്പെട്ട ഈ ഒരു രാവിലാണ് അള്ളാഹുവിനോട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയിൽ ഇരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും ഈ ബറക്കത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ തന്നെ അന്നത്തെ ദിവസം, അന്നത്തെ രാവിലെ ഒക്കെ ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ എന്ന ഒരു ദിക്റിനെ നമ്മൾ വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ എല്ലാ ആളുകളും ഈ 3 യാസീൻ ഓതുകയും പിറ്റേ ദിവസം നോമ്പ് അനുഷ്ഠിക്കുവാനും എല്ലാവരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.